ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിലൂടെ കടന്നുപോയ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഫസ്റ്റ് നമുക്കൊരു ഓണ സെലിബ്രേഷൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഒരു എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മളെ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ മുൻപത്തെ വീഡിയോസ് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിട്ട മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓണ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. അയൽക്കൂട്ടം, കുടുംബശ്രീ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. അതുവരെ കീഴിലായിരുന്നു നമുക്ക് ഓണ സെലിബ്രേഷൻ പരിപാടിയൊക്കെ. അപ്പോൾ നമ്മുടെ ഫങ്ഷനൊക്കെ നടക്കുന്നത് MIUP സ്കൂള് പൊന്നാനി, നമ്മളെ വലിയ ജുമായത്ത് പള്ളിയുടെ നേരെ ഫ്രണ്ടിലുള്ള ഒരു സ്കൂളാണ് കേട്ടോ. ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഇക്കാടെ അമ്മയൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. പക്ഷെ നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രത്യേക ഒരു സുഖം ഉണ്ടായിട്ടോ അവിടെ പോയപ്പോൾ. കാരണം നമ്മൾ പഠിച്ച സ്കൂളല്ലെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സ്കൂളൊക്കെ കാണുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മൾ പഠിച്ച ക്ലാസ് റൂമൊക്കെ ഓർമ്മ വരുമല്ലോ. ആ ഒരു ഫീൽ കേട്ടോ, നല്ലൊരു ഫീലിംഗ് ഞാൻ അവിടെ പോയപ്പോൾ. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഫങ്ഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണ സെലിബ്രേഷൻ ആയതുകൊണ്ട് സദ്യയാണ് ഫുഡ്. അപ്പോൾ എല്ലാ മക്കളും ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഒന്നാകെ ക്ലാസ് ജോയിൻ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഭക്ഷണം ഇതൊക്കെ കൊടുക്കുന്നത്. എല്ലാവരും ഒത്തുചേർന്നിട്ട്. അപ്പോൾ ഓരോ 36-ാം വാർഡിലാണ് കേട്ടോ നമ്മൾ ഉള്ളത്. അപ്പോൾ അവിടെ 7 അയൽക്കൂട്ടമുണ്ട്. 7 അയൽക്കൂട്ടത്തിലും ഓരോ പാർട്ടായിട്ട് അങ്ങനെ ആ പാർട്ടിയിലുള്ളവർ ഓരോ രീതിയിലുള്ള ഫുഡൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഒരു പച്ചടിയും കിച്ചടിയും ഓലനായിരുന്നു കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. 3 തരം ഐറ്റം. അങ്ങനെ നമുക്ക് സദ്യക്ക് 12 തരം ഐറ്റമൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത് 3 ഐറ്റം, ബാക്കിയുള്ളവർ 3 ഐറ്റം. അങ്ങനെ 7 അയൽക്കൂട്ടങ്ങൾ 7 ഐറ്റംസൊക്കെ 12 ഐറ്റംസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഐഷാത്ത കൗൺസിലറാണ് കേട്ടോ. അതൊക്കെ നല്ല സപ്പോർട്ടും സഹകരണമായിരുന്നു. ഐഷാത്തയുടെ വക ചോറ് കൊണ്ടുപോയിട്ടുള്ളത് ഇതാ പച്ചടിയും കാളനൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയൽക്കൂട്ടത്തിലുള്ള അംഗങ്ങളൊക്കെ നല്ല സഹകരിച്ചൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് അവരൊക്കെ നല്ല സദ്യ എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പല തരത്തിലുള്ള ഐറ്റംസ് അല്ലേ. നമ്മൾ 12 തരം പായസം കൂടാതെ 12 തരം കറികളും 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വയറ് നിറയെ ചോറ് തിന്നിട്ടുണ്ട് കേട്ടോ അന്ന്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സദ്യയും കാര്യങ്ങളും. കാരണം നമ്മുടെ ഫാസ്റ്റ് ഫുഡിനെക്കാട്ടി നല്ലത് സദ്യയാണ്. നല്ല ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് സദ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഒന്ന് കമൻറ്റ് ഇടേണ്ട കേട്ടോ. അപ്പോൾ ഇത് കാളന്, അവിയൽ, രസം, തോരന്, പപ്പടം, പഴം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തരും ഓരോ പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരെ കൂട്ടത്തിൽ നിന്ന് ഓരോ അയൽക്കൂട്ടത്തിൽ നിന്ന് ഓരോ ഐറ്റമാണെന്ന്. അപ്പോൾ നമ്മളെ കറിയൊക്കെ അത് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർ പ്ലേറ്റിലൊക്കെ ആയിട്ട് സെർവ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാനൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബക്കറ്റിൽ പിന്നെ പായസമാണ് കേട്ടോ. 2 തരം പായസവും കറികളും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വലിയ ഫങ്ഷൻ വെക്കണത്. അയൽക്കൂട്ടത്തിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ കണ്ടൻറ്റ് ചെയ്തത് തന്നെ. ഞങ്ങളങ്ങനെ വെക്കലില്ല. പക്ഷെ ഇപ്രാവശ്യം എന്തോ എല്ലാ അയൽക്കൂട്ടം കൂടിയപ്പോൾ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ വെച്ചതാണ് കേട്ടോ. നമ്മളൊരു സെലിബ്രേഷൻ ആവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഇതാ ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഇതാ ഞങ്ങളൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ മക്കളെ തന്നെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് ഭയങ്കര വിശക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ വേഗം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരതൊക്കെ വേഗം കഴിച്ചിട്ട് ബാക്കിയുള്ളവരതൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഓരോരുത്തർ കഴിച്ചത്
വേസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ട്, ഓരോരുത്തർ സപ്ലൈ ചെയ്യണവരുണ്ട്. അങ്ങനെ ഫുള്ളൊരു തിരക്കായിരുന്നു കേട്ടോ ആ നേരത്തൊക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കുള്ള ആൾക്കാർ ഇതൊക്കെ നമ്മളിങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് കസേരക്കളി എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ നല്ല മഴയാണ് കേട്ടോ. അന്ന് ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയാണ്. ഞങ്ങൾ സെറ്റ് സാരി ഇട്ടാന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനും ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പെണ്ണും ചുറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഓണ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ സെറ്റ് സാരിയാണല്ലോ നമ്മളെ മനസ്സിൽ ഫസ്റ്റ് ഓടി വരിക. അപ്പം ഞങ്ങൾ രണ്ടാളും ചുറ്റിയിട്ടുണ്ട്, ബാക്കി ആരും ചുറ്റിയിട്ടില്ല. കാരണം മഴ ആയിട്ട് അതേറ്റ് നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ചുറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് നടക്കുന്നുണ്ട്. മക്കളൊക്കെ ഒരു ഭാഗത്ത് നല്ല കളിയിലും തിരക്കിലും ഇതിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ സർവ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വലിയവർ ഇരിക്കണം കേട്ടോ സദ്യ കഴിക്കാൻ. നല്ല അടിപൊളി സദ്യ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, സൂപ്പറായി കഴിച്ചന്ന്. അപ്പോൾ നമ്മുടെ ഓണ സെലിബ്രേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് അവിടെ ക്ലീനൊക്കെ ചെയ്യാണ്. ആദ്യത്തെ ക്ലാസ് റൂം പോലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഒരാൾ ക്ലീൻ ചെയ്യുന്നുണ്ട്, രണ്ടാൾ ബെഞ്ച് ഡെസ്കും പിടിക്കുന്നുണ്ട്, അതേപോലത്തെ കച്ചറൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരുവിധമൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കിടന്നതിന് ലെവലിൽ തന്നെ ഒന്ന് അതുപോലെ സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി വേറൊരു പരിപാടിയും കണ്ടൻറ്റ് ചെയ്യണില്ല കേട്ടോ. കാരണം ഞാൻ പറയില്ല, നല്ല മഴയാണ്. പിന്നെ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് മഴ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ കൊച്ചു ഓണ സെലിബ്രേഷന്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെ ഓണ സെലിബ്രേഷനൊക്കെ എങ്ങനെ കഴിഞ്ഞത്, എന്താ പരിപാടി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ മഴ ആയതുകൊണ്ടാണ് കേട്ടോ വേറൊരു പരിപാടിയും കണ്ടൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അടുത്തതായിട്ട് നമ്മൾ പിറ്റേ ദിവസം ഒരു എൻഗേജ്മെൻറ്റ് പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ നെയ്ബർ തന്നെയാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് പാർട്ടിയിലാണ് കേട്ടത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഇനി കാണാൻ. അപ്പോൾ മിഠായി കൊടുക്കൽ ചടങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ. ഇത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിന് കൊണ്ടുപോയ സാധനങ്ങളാണ് കേട്ടോ. മിഠായിയും ഗോൾഡും ഫോണൊക്കെ ഡ്രസ്സ് കളക്ഷനൊക്കെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. നല്ല ബീഫ് കൊണ്ടാട്ടം, നല്ല തേങ്ങ ഒക്കെ ഇട്ടിട്ട് സൂപ്പർ ബീഫ് കൊണ്ടാട്ടം,
ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ. ടേക്ക് കെയർ.